ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായ ചിത്രയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളവിടെ പറഞ്ഞില്ല, എങ്കിലും അവൾക്കൊരു കേക്കൊക്കെ മുറിച്ച് അവളുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷമാക്കണമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വിചാരിച്ചു. അവൾ അറിയാതെയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവളുടെ അനിയത്തിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അവൾ ഒറ്റയ്ക്കല്ല, അവളുടെ സഹോദരി കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഷിജി ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് എങ്കിലും അവളെ വീടൊക്കെ കാണിക്കാൻ വേണ്ടി മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും നിർബന്ധിച്ച് അവർ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. എങ്കിലും അവർ വിളിച്ചു. മുകളിൽ പോയിരുന്നു. കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം അവളെ കാണാത്തതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴേക്ക് കേക്ക് മുറിക്കാനായിട്ട് ഇറങ്ങി വന്നു. അപ്പോഴാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ കുറേ വണ്ടിയുടെ കളക്ഷനൊക്കെ കണ്ടു. അതൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് കേക്കുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ചിത്രയുടെ അനുജത്തിയും ചേച്ചിക്ക് വേണ്ടി കേക്ക് വാങ്ങിച്ചു എന്നുള്ളത്. അത് കണ്ട് എന്നാൽ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളും വാങ്ങിയിരുന്നു. ഒരു കേക്കും കുറച്ച് ലഡുവും ഒക്കെ ആയിട്ട് അവൾക്ക് സർപ്രൈസ് അല്ലേ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് അതൊക്കെ നമ്മൾ വാങ്ങിപ്പോകുന്നത്. അങ്ങനെ അവളുടെ അനുജത്തി വാങ്ങിയ കേക്കാണ് ആദ്യം മുറിച്ച് ആദ്യം തന്നത് എനിക്കാണ്. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി അവൾ ഷെയർ ചെയ്തു. അതിനുശേഷം രണ്ടാമത് നമ്മൾ വാങ്ങിയ കേക്ക് മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നു. അതൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തു. അവൾക്ക് ഹാപ്പിയായി എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം തോന്നി. അതിനുശേഷം ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ ഒരു ഡ്രസ്സ് ഷിജി എടുത്തിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അതും കൂടെ അറിയുന്നത്. അങ്ങനെ 3 പേരും അവിടെ നിന്നിട്ടു. ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് നേരം അവളുടെ കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവൾക്ക് ബായ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീടുകളിലേക്ക് തിരിച്ചുപോയി. ബായ്.